ഗൈസ്, ഇന്ന് നമുക്കൊരു ചക്ക എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇമ്മ അത് മുറിച്ചിട്ട് അതിൻ്റെ വളഞ്ഞൊക്കെ എടുത്ത് ഒഴിവാക്കുകയാണ്. ഈ ചക്കൻ്റെ പശക്ക് വളങ്ങി നാട്ടുപിടിക്കൊക്കെ പറയുക. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയാന്ന് കമൻറ്റ് ചെയ്യണേ. ഓരോ ഭാഗത്തേക്കും ഓരോ രീതിയിലാണല്ലോ പറയുക, അതുകൊണ്ടാട്ടോ. അപ്പോൾ അതിൻ്റെ വളഞ്ഞൊക്കെ കളഞ്ഞിട്ട് നമ്മൾ പൊരിക്കാൻ വേണ്ടിയിട്ട് ചോളയൊക്കെ പറിച്ചിട്ടുണ്ട്. ഞാനല്ല കേട്ടോ ഇമ്മ എത്തതൊക്കെ ചെയ്യുന്നത്. ഇങ്ങനത്തെ പണികളൊക്കെ ഇമ്മ എത്ത ചെയ്യുക. ബാക്കിയുള്ളതൊക്കെ ഞാൻ ചെയ്യുമ്പോൾ ഇമ്മ ഈ വക പണികളൊക്കെ ചെയ്യും കേട്ടോ. മാങ്ങ തോരി കളയുക, ചക്ക കൊണ്ടുള്ള പണിയൊക്കെ. അപ്പോൾ പൊരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് മുറിച്ച് തരുകയാണ്. അപ്പം ഞാൻ പൊരിച്ച് നോക്കിയപ്പോൾ പൊരിയണില്ല കേട്ടോ. കുഴഞ്ഞുകൊണ്ടാണ്. അങ്ങനത്തെ ഒരു ചക്കയാണ്, പക്ഷേ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളൊക്കെ അത് അപ്പം തന്നെ കഴിച്ചു കേട്ടോ. അപ്പോൾ അതങ്ങനെ കഴിഞ്ഞപ്പോൾ വീണ്ടും ചക്ക ഒരു കഷ്ണം കൂടി എടുത്തിട്ട് വീണ്ടും പൊരിക്കാൻ കേട്ടോ. പൊരിച്ചത് അപ്പം തന്നെ കഴിഞ്ഞതുകൊണ്ട് മക്കൾക്കൊക്കെ ഇഷ്ടപ്പെട്ടപ്പോൾ വീണ്ടും കുറച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ബാക്കിയുള്ള ചക്കയും കൂടി എടുത്ത് ഇതുപോലെ മുറിച്ചെടുത്തു. ഇങ്ങനെ നീളത്തിൽ ചെറുതാക്കി കനം കുറച്ച് അരിഞ്ഞെടുത്തിക്കുക കേട്ടോ. അപ്പോൾ ഇനി അത് നേരിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിൽ ഉപ്പും മുളകൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. അപ്പം അതിൻ്റെ ഇടയിൽ ജീരകത്തിൻ്റെ പാക്കറ്റ് ഉണ്ടായിരുന്നു, അത് പൊട്ടിച്ചിട്ട് പാത്രത്തിൽ ഇട്ട് കൊടുക്കുകയാണ്. എണ്ണ തിളച്ച് വരുന്ന സമയം കൊണ്ട് ഈ ചക്കച്ചുള നേരെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കും. എന്നിട്ട് പിന്നെ പൊരിച്ചതിന് ശേഷം എണ്ണയിൽ നിന്ന് കോരിയിട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഒരു മഞ്ഞ കളർ വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഉപ്പ് മാത്രം ഇട്ടാൽ മതി. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഉപ്പും മഞ്ഞളൊക്കെ ഇട്ടിട്ട് പൊരിക്കുകയാണെങ്കിൽ അതിങ്ങനെ കുഴഞ്ഞു പോവും. അല്ലെങ്കിൽ തന്നെ കുഴഞ്ഞുകൊണ്ടാണ് പൊരിഞ്ഞ് വരുന്നില്ല കേട്ടോ, മൊരിയണില്ല. ഇതങ്ങനത്തെ ചക്കയെന്ന് തോന്നണു. ചില ചക്ക നല്ലോണം മൊരിഞ്ഞ് വരും പൊരിക്കുമ്പോൾ. അപ്പോൾ ഇത് കുറച്ച് കട്ടിയുള്ള ചോളായതുകൊണ്ട് മൊരിയാൻ കുറച്ച് പണിയുണ്ട് കേട്ടോ. അപ്പോൾ എണ്ണയിൽ നിർത്തിയതിന് ശേഷം കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണ് ചെയ്യണത്. വൈകുന്നേരം ചായക്കടിക്ക് പൊരിക്കാമെന്ന് കേട്ടോ വിചാരിച്ച്. പക്ഷേ ചക്കച്ചോളം എടുത്ത് വെച്ചപ്പോൾ മക്കൾ സ്വൈരം തരാതെ പിന്നാലെ നടന്ന് ഇപ്പം തന്നെ പൊരിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ പൊരിച്ചതാട്ടോ. എന്നിട്ട് അതപ്പം തന്നെ തിന്ന് കഴിക്കുകയും ചെയ്തു. വൈകുന്നേരത്തെ ചായക്കടിക്കൊന്നും ഉണ്ടായില്ല കേട്ടോ. അപ്പം അതിൻ്റെ ഇടയിൽ ചോറ് വെന്തപ്പോൾ അത് ഒന്ന് ഇളക്കി കൊടുക്കാൻ കേട്ടോ. ചോറ് വെന്തിട്ടില്ല, വേവാനായിട്ടുള്ളൂ. അപ്പോൾ ഒന്ന് ഇളക്കിയിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നുകൂടി അടച്ച് വെച്ച് വേവിച്ചു കേട്ടോ. പിന്നെ ഏത് ചൂടത്തും ഇമ്മ ചൂടുവെള്ളം കൊണ്ടാട്ടോ കുളിക്കുക. അപ്പം ഉമ്മ ചോറൊക്കെ മാങ്ങി വെച്ച് കുളിക്കാനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടായാലും മഴയായാലും ചൂടുവെള്ളം കൊണ്ട് കുളിക്കുന്ന ഒരാളാണ് കേട്ടോ. അപ്പോൾ അതങ്ങനെ ആയതിന് ശേഷം പിന്നെ ഇതാ കിച്ചൺ ഒരുപാട് പാത്രങ്ങളൊക്കെ പരന്ന് ആകെ വൃത്തികേടായിട്ടുണ്ട്. അപ്പം ഞാൻ അത് ക്ലീൻ ആക്കണം. പിന്നെ ഇവിടെ ഉള്ളൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ അവിടുന്ന് നീങ്ങുകയാണെങ്കിൽ അപ്പം ജനലടക്കണം കേട്ടോ, അല്ലെങ്കിൽ പൂച്ചകൾ വരും. ചൂട് കാരണം ജനലൊക്കെ തുറന്നിടലാണ്. അടുക്കളയിൽ എന്തെങ്കിലും ഒരു പണി എടുക്കുകയാണെങ്കിൽ ജനൽ തുറന്നിടാതെ അവിടെ നിൽക്കില്ല കേട്ടോ, അത്രയ്ക്ക് ചൂടാണ് അടുക്കള. പിന്നെ അപ്പോൾ അടച്ചിട്ടില്ലെങ്കിൽ പൂച്ചയും വരും കേട്ടോ. അപ്പോൾ അവിടുന്ന് നീങ്ങുമ്പോൾ അടക്കലാണ്. നല്ലൊരു പണിയാണ് കേട്ടോ അത്. പിന്നെ ഒരുപാട് തുണികൾ തിരുമ്പി കൊടുന്നീന്ന് അതൊക്കെ ഒന്ന് മടക്കി വെക്കാണ്. തിരുമ്പണേക്കാളും വലിയ പണിയാണ് മടക്കി വെക്കാൻ. ഇതാണ് എനിക്ക് ഏറ്റവും വലിയ പണിയായി തോന്നിയത് കേട്ടോ. തിരുമ്പണതിനേക്കാൾ ഇരട്ടി പണിയാണ് മടക്കൽ തോന്നിയിട്ടുണ്ട്. അപ്പോൾ അത് കൊണ്ടുവന്ന് വെച്ചിട്ട് കുറച്ച് നേരമായി. ഇപ്പോഴാണ് മടക്കി വെക്കണത് കേട്ടോ. എന്നിട്ട് ഇതൊക്കെ അലമാരയ്ക്ക് വെക്കും. പിന്നെ അത് എടുക്കണോല് കുത്തി മറിച്ചിടും കേട്ടോ. മക്കളെ തുണികൾ തീരെയും ഒതുക്കി വെച്ചിട്ട് കാര്യമല്ല. ഓലെ അത് ഓരോന്ന് എടുക്കുമ്പോൾ മറ്റുള്ളതൊക്കെ വലിച്ച് താഴത്ത് കൂടി ഇട്ടിട്ടും കുത്തി മറിച്ചിട്ടും ഒക്കെയാണ് വെക്കല്. എൻ്റെ അലമാരയിൽ ഞാൻ വെക്കണത് ഒക്കെ നല്ല അടുക്കും ചിട്ടിയിൽ തന്നെ കേട്ടോ വെക്കല്. അത് പിന്നെ എടുക്കുമ്പോൾ അതിനനുസരിച്ച് ഓരോന്ന് മേലെന്ന് ഇങ്ങനെ എടുക്കുക, കാരണം അത്രേ വല്ലാതെ പരക്കാറില്ല. പിന്നെ ചുരിദാർ ഒരു ഭാഗത്ത്, ഷാൾ ഒരു ഭാഗത്ത്, അങ്ങനെ വെക്കൽ കേട്ടോ. അപ്പോൾ വലിയൊരു ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് എടുക്കും വെക്കുകയൊക്കെ ചെയ്യാം. അത് ഒതുങ്ങി ഇരിക്കുകയും ചെയ്യും കേട്ടോ. ഈ ഒരു ചുരിദാർ ഞാൻ അടിച്ചതാണ്. ഒരു തുണി കിട്ടിയിരുന്നു, അതുകൊണ്ട് അടിച്ചതാട്ടോ. അത് വീട്ടുമേടാൻ വേണ്ടിയിട്ട് അടിച്ചതാണ്. ഇനി അത് നാത്തൂന് കൊടുക്കാനാണ് തീരുമാനം. അപ്പോൾ അത് ആ റൂമിലുള്ള തുണികളൊക്കെ മടക്കി അടുക്കി ഒതുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വൈകുന്നേരം ആയപ്പോൾ സർക്കസ് കാണാൻ പോവാണ് കേട്ടോ. തറവാട്ട് പോയിട്ട് എല്ലാവരെയും കൂട്ടിയിട്ട് പോവാനാണ് കേട്ടോ. അപ്പോൾ തറവാട്ടിലൊക്കെ പോയി പിന്നെ എല്ലാവരെയും കൂട്ടിയിട്ട് സർക്കസിന് പോവുകയാണ്. അപ്പോൾ ബൈപ്പാസിൽ ഭയങ്കര തിരക്കാട്ടോ. ഇതൊക്കെ സർക്കസിൻ്റെ അടുക്കുള്ള തിരക്കാണ്. ജെമിനി സർക്കസ് കാണാനായിട്ട് നമ്മൾ പോയത്. പിന്നെ ഒരുപാട് വണ്ടികളുണ്ട്, ഇഷ്ടം പോലെ ആൾക്കാരാട്ടോ. നല്ല തിരക്കുണ്ടായിരുന്നു. ഇവിടെ 3 ഐറ്റം ടിക്കറ്റാണ്.
150ൻ്റെയും 250ൻ്റെയും 350ൻ്റെയും. അപ്പോൾ 150 ബാക്കിൽ, 250 നടുവിൽ, 350 ഏറ്റവും മുന്നിൽ, അങ്ങനെയായിട്ട് വരുന്നത്. ഞങ്ങൾ നടുവിലുള്ളതാണ് എടുത്തത് 250ൻ്റെ. അപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ സർക്കസ് കാണാൻ. ഈ ഒരു ആൾ ഉണ്ടോ, ഇവരുടെ സർക്കസാണ് സൂപ്പറായത് കേട്ടോ. ഇവൻ പല ഐറ്റം മേജിക്കും ഒക്കെ കാണിച്ചിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. മറ്റുള്ളതിനേക്കാളൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഇവൻ്റെ ഒരു സർക്കസ് ആയിരുന്നു. അപ്പോൾ പല മോഡലും ഉണ്ട് ഇവിടെ, ജോക്കറൊക്കെ ഉണ്ട്, ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഞങ്ങൾ 7 മണീൻ്റെ ഷോക്കാണ് പോയത്. അത് 9 മണി വരെ ആയിട്ടുണ്ടായത്. പിന്നെ 1 മണിക്കും ഉണ്ട്, 4 മണിക്കും ഉണ്ട്. ഞങ്ങൾ 7 മണീൻ്റെനാണ് പോയത്. രാത്രി കാണാനല്ലേ രസം വിചാരിച്ചിട്ട് ആ നേരത്താട്ടോ പോയത്. ഇവൻ പല ഐറ്റംസുകളും കാണിക്കുന്നുണ്ട്. പന്തും റിങ്ങൊക്കെ, കുറേ പന്ത് വെച്ചിട്ട്, റിങ് വെച്ചിട്ട്, പിന്നെ ചെറിയ പന്തുകൊണ്ടും വലിയ പന്തുകൊണ്ടൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ ഒരു സംഭവത്തുമ്പോൾ അങ്ങനെ കയറിയിട്ട് കറങ്ങണമൊക്കെ ഉണ്ട്. ഒക്കെ കണ്ടാൽ പേടിയാവും കേട്ടോ. 2 പ്രാവശ്യം വീഴാൻ പോയിട്ടോ. അത് കണ്ടപ്പോൾ പേടിയായി. ഓലിക്ക് പിന്നെ അത് പ്രാക്ടീസ് ഉള്ളതുകൊണ്ട് വിഷയം ഉണ്ടാവില്ല. പിന്നെ അടുത്ത് തൊപ്പി വെച്ചിട്ടുള്ളതേന്നു. കുറേ തൊപ്പികൾ ഒരുമിച്ച് ഇറങ്ങിയിട്ട് എല്ലാം പിടിക്കണമുണ്ട് കേട്ടോ. ഒറ്റൊന്നും താഴത്ത് വീഴാതെ നല്ല സൂപ്പറായിട്ട് പെർഫോമൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊക്കെ കാണണമെങ്കിൽ എല്ലാവർക്കും പോയിക്കോളുണ്ട്. നമ്മൾ നെസ്റ്റോൻ്റെയും ബിസ്മിൻ്റെയൊക്കെ അടുത്താണ് കേട്ടോ. ഓപ്പോസിറ്റായിട്ടാണ് അത് വരുന്നത്. 150ൻ്റെ ടിക്കറ്റ് എടുത്താലും മതി കേട്ടോ. ബാക്കിലിരുന്ന് കാണാനുള്ളൂ. പക്ഷെ ബാക്കിലിരുന്നാലും ശരിക്കും കാണും. പിന്നെ ഞങ്ങൾ കണ്ടില്ലെങ്കിലോ വിചാരിച്ചിട്ട് 250ൻ്റെ എടുത്തതാണ്. അപ്പോൾ മുന്നിലിരുന്ന നേരെ എടുത്തുനിന്ന് കാണാം, അത്രേ ഉള്ളൂ. പിന്നെ അതാ ഈ ഒരു ഗേൾ ഉണ്ടോ, ഓള് കോണിമ്മ കയറിയിട്ട് ബാലൻസ് ചെയ്യാം കേട്ടോ. കോണിമ്മ ആരും പിടിച്ചിട്ടില്ല. ആ കോണിമ്മ ഓൾ ഒറ്റയ്ക്ക് കയറുന്നുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ നിന്നിട്ട് ബാലൻസ് ചെയ്യും കേട്ടോ. അതൊക്കെ കാണുമ്പോഴാണ് നമുക്കിങ്ങനെ പേടിയാവും കേട്ടോ. ഓൾ എങ്ങനെ ഇതൊക്കെ ചെയ്യണോ തോന്നും. ഒക്കെ നല്ല പ്രാക്ടീസിൻ്റെ പുറത്താണ്, അല്ലാതെ വെറുതെ ഒന്നും പോയി ചെയ്യൂലല്ലോ. എന്തായാലും നല്ല ഭംഗി ഉണ്ടായിരുന്നു. നല്ലോണം എൻജോയ് ചെയ്തു കേട്ടോ. കൊടുത്ത പൈസ മുതലായിട്ടോ ഞങ്ങൾക്ക്. അപ്പോൾ എല്ലാവരും ഒന്ന് പോയി കണ്ടോ കേട്ടോ. വെറുതെ ഇരിക്കുന്ന ടൈമിലൊക്കെ നമുക്ക് എപ്പോഴാണ് പറ്റുന്ന സമയച്ചാൽ അപ്പോൾ പോയി കാണാം. പകൽ ഉണ്ട് 1 മണിക്ക്, 4 മണിക്ക് ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ലാസ്റ്റുള്ളതാണ് 7 മണിക്ക്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ കണ്ടിട്ട് പിന്നെ ഞങ്ങൾ മന്തി കഴിച്ചു കേട്ടോ. ഒരു ഹോട്ടലിൽ കയറിയിട്ട് ചിക്കൻ മന്തിയാണ്. പിന്നെ സാദാ അൽഫാമും കഴിച്ചു. ഹണി അൽഫാമും പെരി അൽഫാമും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. അതൊന്നും ഞങ്ങൾ വാങ്ങിയില്ല കേട്ടോ. ഹണി അൽഫാം ആർക്കും ഇഷ്ടമല്ല, മധുരമുള്ളത് കൊണ്ട് അതിനോട് ആർക്കും താല്പര്യമില്ല. പിന്നെ പെരി ആണെങ്കിൽ കുട്ടികൾക്കൊന്നും തിന്നാൻ പറ്റൂലല്ലോ, നല്ല ഏരിയല്ലേ. അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ചു പോന്നു. വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. ബൈ.